നടിപ്പിൻ നായകൻ എന്ന് പറഞ്ഞില്ല, അതുപോലെ 100% നടിപ്പിൻ നായകൻ, ഒരു രക്ഷയില്ല. സൂപ്പർ അസാധ്യ പ്രകടനമാണ്. ഇതെല്ലാം മുക്കിയെന്ന് പറഞ്ഞാൽ അതിനപ്പുറമാണ് അസാധ്യ പ്രകടനം. നടിപ്പിൻ നായകൻ, അതിനപ്പുറം ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ടായിരുന്നു മാഡം? എങ്ങനെയുണ്ടായിരുന്നു മൂവി? എങ്ങനെയുണ്ടായിരുന്നു? ദുൽഖറിന്റെ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നടുപ്പ് ചക്രവർത്തി തൂക്കിയോ? എനിക്കും അഭിനയം ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ റാണാർഗുപതി പുള്ളി സെക്കൻഡ് ഹാഫ് ആക്കും. പുള്ളിയുടെ കുറച്ച് സാധനമുണ്ട്. പുള്ളി വരുമ്പോൾ ആ ഒരു അങ്ങ് കയറും. റാണാനെ കുറച്ച് പറയാനായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സ് കൊണ്ട് അടുക്കുമ്പോൾ അത് തന്നെ പുള്ളിയുടെ കുറച്ച് കാര്യങ്ങൾ ജയിക്കേണ്ട പെർഫോമൻസ് മൊത്തം ഇങ്ങനെ കയറി വരുന്നുണ്ട്. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ പുള്ളിയുടെ കുറെ എക്സ്പ്രഷൻ കാലിലൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ എങ്ങനെയുണ്ടായിരുന്നു പടം? എങ്ങനെയുണ്ടായിരുന്നു പടം? ചേച്ചി എങ്ങനെയുണ്ട് പടം? ക്ലാസിക് മൂവി. ദുൽഖർ എന്ന് പറഞ്ഞ ഒരു ആക്ടറിന്റെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഈ മൂവി കാണാൻ പറ്റും. എത്രത്തോളം നന്നായിട്ടുണ്ട്. ആക്ട്രസ് ഒക്കെ ആണെങ്കിലും വളരെ ഗംഭീരമായിട്ടുണ്ട്. നല്ല മൂവി, സ്റ്റാൻഡേർഡ്. ദുൽഖറിന്റെ പടം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി സിനിമ കേട്ടോ. ആദ്യം വിചാരിച്ചു ഭയങ്കര ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഭയങ്കര ഡള്ളായിരിക്കും. പക്ഷേ പിന്നീട് മനസ്സിലായി സംഗതി വേറെ ലെവലിലേക്ക് പോയി. സെക്കൻഡ് ഹാഫൊക്കെ അടിച്ച് പൊളിച്ച്, അത് എന്താ പറയുക, ഭയങ്കര വേറെ ട്വിസ്റ്റൊക്കെ ആയിരുന്നു. ആ ട്വിസ്റ്റ് കാണുന്ന തന്നെ ആൾക്കാർക്ക് തോന്നും ഇതിനെ ലൈക്ക് വന്നത് വെറുതെ ആയിട്ടല്ലോ എന്നുണ്ട്. അപ്പം അടിപൊളി സാധനമാണ്, വന്ന് കാണണം. അതിലെ നായികയും നായിക എനിക്കൊന്ന് കഥ പറഞ്ഞാൽ എന്താ പറയുക ഭയങ്കര വൈറലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് ഹാഫിൽ തന്നെ കുറേ സംഗതി നമ്മളെ ആക്ച്വൽ നായികക്ക് പറ്റുന്നുണ്ട്. പിന്നെ ദുൽഖറിൻ്റെ ഒരു മാരീഡ് ലൈഫ് വേറെ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വേറെ തന്നെ ഒരു പോർട്രേറ്റ് ചെയ്തിട്ട് കഥ പറയുന്നു. അപ്പം ഒരു അവിഹിതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട്. പക്ഷേ എങ്കിൽ അത് നല്ല രീതിയിൽ അവർ കാണിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് സംഗതി. പിന്നെ ദുൽഖറിനെ പ്രത്യേകിച്ച് പറയണ്ട, ഭയങ്കര എക്സ്പ്രഷനും ഭയങ്കര തിയേറ്റർ വിറപ്പിച്ചു. അടുത്ത പ്രാവശ്യത്തെ ദുൽഖറിന് അവാർഡ് കിട്ടും. അവാർഡ് ഈ പടത്തിന് ചാൻസ് ഇല്ലാണ്ടില്ല, കിട്ടും. ദുൽഖറല്ലേ, പിന്നെ ഒരു സ്കോപ്പ് വേണ്ടേ, ഉണ്ടാവും. വേറെ മ്യൂസിക് നല്ല ബീജിയം, നല്ല പാട്ട്, അതിൻ്റെ ട്രാക്ക് കേട്ട പോലത്തെ നല്ല സംഗതി. എപ്പോഴും ദുൽഖറിൻ്റെ ഒരു പാട്ടിന് ഒരു ബേസ് ഉണ്ട്. നല്ലൊരു ഇങ്ങനെ ഒരു എല്ലാവരും നാലാൾക്കാർ അറിയുന്ന സാധനം ഉണ്ടാവും. പിന്നെ മൂവി നല്ല എഡിറ്റിംഗ് പരിപാടിയാണെങ്കിൽ നല്ല കളർ ഗ്രേഡിംഗ് ആണ് ഇതിൽ മെയിൻ സാധനം. കാരണം പണ്ടത്തെ ഒരു 80s അല്ലെങ്കിൽ 90s അല്ലെങ്കിൽ പോട്ടെ 60s ആ സംഗതി കാണിക്കുന്നത് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അത് ദുൽഖറായിട്ട് പിന്നെ പറയാനില്ല. ആ ഒരു മറ്റേ ഓൾഡ് ഏജ് സ്റ്റാറോ മറ്റേ ആ രീതിയിലല്ലേ പറയപ്പെടുന്നത്. അപ്പം അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അസാധ്യ പെർഫോമൻസ്. ഒരു ക്ലാസിക് പോലുള്ള പടം നമ്മൾ 2.25 മണിക്കൂർ അവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ അതൊരു പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. നല്ല സൂപ്പർ പടം, ഒരു രക്ഷയില്ല, അടിപൊളിയാട്ടോ. പടം കിടിലം പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടിപ്പിൻ നായകൻ, അതായത് സത്യം പറഞ്ഞില്ല കാന്ത എന്നുള്ള സിനിമ എഴുതി വെച്ചു. ഇപ്രാവശ്യം നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് ദുൽഖർ സൽമാൻ കൊണ്ടു. ഗ്യാരണ്ടി സാധനം അമ്മാതി പെർഫോമൻസാണ് ശരിക്കും ഈ പടത്തിൽ ദുൽഖർ സൽമാൻ ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ക്യാരക്ടർ ചെയ്യുന്ന ഇന്ത്യൻ സിനിമയിൽ ദുൽഖറിനുള്ളൂ, അങ്ങനെ തന്നെ പറയാം. അതൊരു അഹങ്കാരത്തിൻ്റെ പുറത്ത് തള്ളിവിടലും അല്ല കേട്ടോ. അത് ആ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡയലോഗ് തന്നെ ആയിരിക്കും എല്ലാ കണ്ടവർക്കൊക്കെ പറയാം. അമ്മാതിരി പെർഫോമൻസാണ് ദുൽഖർ സൽമാൻ. ഇങ്ങനെ ഒരു ഇത്രയും നല്ല പെർഫോമൻസ് നമ്മൾ ദുൽഖർ സൽമാൻ്റെ പടത്തിൽ വരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഗംഭീര സാധനം. പിന്നെ അതിൻ്റെ മ്യൂസിക് ആണെങ്കിലും ആ
ആ ഒരു മേക്കിംഗ് ലെവലൊക്കെ ആണെങ്കിലും ഉഷാറായിട്ടുണ്ട്. കുറ്റം പറയാനൊന്നുമില്ല. ദുൽഖറിന്റെ പടത്തിന്റെ വിശേഷങ്ങൾ നല്ല ഗംഭീരമായ പെർഫോമൻസ് ആണ് ദുൽഖർ ചെയ്തിരിക്കുന്നത്. ഇതൊരു മാസ് മസാല അങ്ങനെ ഒരു കമേഴ്ഷ്യൽ മൂവിയല്ല, ഒരു പെർഫോമൻസ് ബേസ്ഡ് പടമാണ്. അതായത് ആക്ടിങ് ബേസ്ഡ് ആയിട്ടുള്ള പടമാണ്. അത് ദുൽഖറിൻ്റെ കൂടെ തന്നെ ഗംഭീരമായിട്ട് സമുദ്രക്കനി ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. അതായത് 2 ടൈപ്പ് ആക്ടിങ് ആണ്. അതായത് സിനിമയ്ക്കകത്ത് നമുക്കറിയാം 50കളിലെ 60കളിലെ സിനിമയിൽ കുറച്ച് ഓവർ ഡ്രാമാറ്റിക്കായിട്ട് കുറച്ച് മെലോ ഡ്രാമാറ്റിക്കായിട്ട് അന്നത്തെ നായകന്മാർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ആക്ടിങ് സ്റ്റൈല് സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആക്ടറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിൽ വരുമ്പോൾ വേറൊരു ടൈപ്പ് ദുൽഖറിനെയാണ് നമുക്ക് കാണുന്നത്. അങ്ങനെ 2 അഭിനയിക്കുമ്പോൾ ആ ഓവറായിട്ടുള്ള എക്സ്പ്രഷൻ, അതുപോലെ തന്നെ നോർമലായിട്ട് ഈ ഒരു സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന എക്സ്പ്രഷൻ, ഇത് രണ്ടും ദുൽഖർ അതിഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അവാർഡ് വേദികളിൽ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ട പേരായിട്ട് ദുൽഖർ 2025 ഈ വേഷത്തിലൂടെ മാറ്റും. പിന്നെ കൂടെ നിന്ന് കട്ടക്ക് പെർഫോമൻസിൻ്റെ സമുദ്രക്കനി ഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ് സമുദ്രക്കനി ചെയ്തത്. കാരണം ചില സീനുകളിൽ നമുക്ക് ദുൽഖർ ഡൗണായി പോകുമോ എന്ന് വരെ തോന്നി. കാരണം സമുദ്രക്കനി അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. പിന്നെ ദുൽഖർ തന്നെയാണ് അദ്ദേഹത്തെ കാസ്റ്റും ചെയ്തത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു മൂഡ് മാറി, ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലേക്ക് വന്നിട്ട് അത് റാണയുടെ ക്യാരക്ടറൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഗ്രിപ്പിങ്ങും കുറച്ചുകൂടെ എൻ്റർടൈനിങ്ങും ആയിട്ട് വരുന്നുണ്ട്. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നല്ലൊരു ചെറിയ ടിസ്റ്റും ഇത് പരിപാടികളും നല്ല ഇമോഷണലായിട്ട് സിനിമ ഗംഭീരമായിട്ട് തന്നെ ആ ഒരു ഇമോഷനോടുകൂടിയാണ് സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നത്. നല്ല പെർഫോമൻസ് ആയിട്ടാണ് മൊത്തത്തിൽ സിനിമ വന്നിരിക്കുന്നത്.